പല പേഷ്യൻസിനും ഉള്ള ഏറ്റവും വലിയ ഡൗട്ടാണ് പല്ല് പറിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. പല്ല് പറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ തരുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ പല്ല് പറിച്ച് നിങ്ങൾ ഷുഗറിൻ്റെയോ അല്ലെങ്കിൽ പ്രഷറിൻ്റെയോ മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പല്ല് പറിച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ വായ്ക്കകത്ത് ചെറുതായിട്ട് തുപ്പലിനകത്ത് ചോരയുടെ ഒരു അംശം കാണും. അത് പേടിച്ച് എപ്പോഴെപ്പോഴും തുപ്പിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ചോര വരികയും അത് പിന്നെ വളരെയധികം കോംപ്ലിക്കേഷനിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തുപ്പൽ നിങ്ങൾ സാവധാനം ഇറക്കുക. അതുപോലെ സ്ട്രോ ഇട്ട് വെള്ളമോ ജ്യൂസോ ഒന്നും കുടിക്കാൻ പാടില്ല. അതുപോലെ ചൂടുള്ളതും എരിവുള്ളതുമായ ആഹാരങ്ങൾ കഴിക്കരുത്. കാരണം ചൂടുള്ളതും എരിവുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ കൂടുതൽ ചോര വരാനും അത് പിന്നെ കോംപ്ലിക്കേഷനായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പല്ല് പറിക്കാൻ പോകുമ്പോൾ കൂടെ ഒരാളെയും കൂടെ കൂട്ടിയിട്ട് പോകുക. കാരണം എന്തെങ്കിലും ഒരു തലകറക്കമോ ബുദ്ധിമുട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ പല്ല് പറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പല്ലിൻ്റെ ആ ഭാഗത്ത് അഴുക്കൊന്നും ഉണ്ടാവാതെ ക്ലീൻ ആക്കി വെക്കണം. അതേപോലെ കൈയും നാക്കും വെച്ച് ആ മുറിവിനെ തൊട്ട് നോക്കാൻ പാടില്ല. ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങത്തില്ല. അതുപോലെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുകയും ഡോക്ടർ നിങ്ങൾക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പല്ല് പറിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് വേഗം ഉണങ്ങുകയും ചെയ്യും.